നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും മരണത്തിന് വരെ കാരണമായേക്കാമെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണിത്. അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളോട് അടുത്തിടപഴകുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണിത്. ഇല്ലെങ്കിൽ ഇത് മരണം വരെ വിളിച്ചു വരുത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലെ ജീവനക്കാരനായ കോട്ടയ്ക്കൽ പാലപ്പുറ ഇടത്തര മുഹമ്മദ് ഷെരീഫിന്റെയും സെക്കീനയുടെയും മകളായ ഷെസ ഫാത്തിമയാണ് കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങിയത്. 2 മാസമായി വിട്ടുമാറാത്ത പനിയെ തുടർന്ന് കോട്ടയ്ക്കലിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നു. പിന്നീട് നില വഷളായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരവെയാണ് മരണം സംഭവിക്കുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് നടത്തിയ വിശദമായ പരിശോധനയ്ക്കൊടുവിലാണ് ഷെസയെ പിടികൂടിയിരിക്കുന്നത്. മൃഗങ്ങളിൽ നിന്നും പകരുന്ന ബ്രൂസെല്ലോസിസ് എന്ന അപൂർവ രോഗമാണെന്ന് തിരിച്ചറിയുന്നത്. പശു, എരുമ, ആട് തുടങ്ങിയ മൃഗങ്ങളുടെ പാൽ തിളപ്പിക്കാതെ കുടിക്കുന്നത് വഴിയുണ്ടാകുന്ന ബാക്ടീരിയ ബാധയാണിത് എന്നാണ് കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ കെ നിഷിത പറഞ്ഞത്. പെൺകുട്ടിക്ക് ബ്രൂസെലോസിസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതാണോ മരണകാരണമായത് എന്ന് ഇതുവരെയും സ്ഥിരീകരണമായിട്ടില്ല. ഇതിന്റെ റിപ്പോർട്ട് കാത്തിരിക്കുകയാണെന്നും മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചു. രോഗബാധിതരായ മൃഗങ്ങളുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ മലിനമായ മൃഗ ഉൽപ്പന്നങ്ങൾ ഭക്ഷിക്കുന്നത് വഴിയോ വായുവിലൂടെയുള്ള അണുക്കൾ ശ്വസിക്കുന്നത് വഴിയോ മനുഷ്യരിലേക്ക് ഈ രോഗം പിടിപെടാം. മൃഗങ്ങളിൽ നിന്ന് പകരുന്ന ഏറ്റവും വ്യാപകമായ ജന്തുജന്യ രോഗങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഇതുകൂടാതെ രോഗം ബാധിച്ച മൃഗങ്ങളിൽ നിന്ന് വേവിക്കാത്ത മാംസം കഴിക്കുന്നതിലൂടെയും രോഗാണുക്കൾ ശരീരത്തിലേക്ക് എത്തുന്നു. കന്നുകാലികളിൽ നിന്ന് മാത്രമല്ല പട്ടി, പൂച്ച തുടങ്ങിയവയിൽ നിന്നും ഈ രോഗാണു പകരാനുള്ള സാധ്യതയുണ്ട്. രോഗബാധയേറ്റ മൃഗങ്ങളുടെ ചാണകം, മൂത്രം എന്നിവയും രോഗഹേതുവായേക്കാം. വളർത്തുമൃഗങ്ങളുടെ പ്രസവവും ഗർഭം അലസിപ്പിക്കുന്നതിന്റെ അവശിഷ്ടങ്ങളും മറ്റും അശ്രദ്ധമായും കയ്യുറ ഉപയോഗിക്കാതെയും കൈകാര്യം ചെയ്യുന്നതും രോഗബാധയ്ക്ക് കാരണമാകും. മനുഷ്യർക്ക് രോഗബാധയേറ്റാൽ ഇടവിട്ടുള്ള പനി, തലവേദന, പേശീവേദന, രാത്രിയിലെ അമിത വിയർപ്പ്, വേദനയോടുകൂടിയ സന്ധിവീക്കം, വൃഷണത്തിൽ വീക്കം മുതലായ ലക്ഷണങ്ങൾ പ്രകടമാകുന്നു. ഇത്തരം രോഗങ്ങൾ നിയന്ത്രിക്കാനുള്ള ഫലപ്രദമായ വഴി എന്ന് പറയുന്നത് വളർത്തുമൃഗങ്ങൾക്ക് കൊടുക്കുന്ന രോഗപ്രതിരോധ വാക്സിനേഷനാണ്. ആദ്യകാഴ്ചയിൽ ഇതൊരു സാധാരണ പനിയാകാമെന്ന് കരുതി ചികിത്സിക്കാൻ തയ്യാറാകാത്തത് രോഗത്തെ കൂടുതൽ അപകടകരമാക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.